ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ ആലു ഇബ്രാഹിം അല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ വീതികയിലൂടെ നടന്നുപോയ തൗഹീദിന്റെ ഉപാസകനായ ഏകാന്ത പതികന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ കുടുംബം ഏതാണ് സഹോദരങ്ങളെ? 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരാറ്റിറുമ്പിന്റെ തീരത്ത് ഈ ഒരു വെറും മരത്തിന്റെ ഓലകൾ ചടഞ്ഞു വെച്ചുണ്ടാക്കിയ ഒരു കൊച്ചു കുടിലിൽ കിടന്നിറങ്ങിയ മക്കാ മരുഭൂമിയുടെ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിന്റെ നടുവിലൂടെ ഒരിട്ടു ദാഹജലത്തിനു വേണ്ടി ഓടി നടക്കുന്ന പിഞ്ചു പൈതലിനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടി നടന്ന ഒരു പാവപ്പെട്ട കറുമ്പി പെണ്ണ് ഹാജറയുടെ കുടുംബം, ഒരു പാവപ്പെട്ട പെണ്ണ് കറുമ്പി പെണ്ണ് ഹാജറയുടെ കുടുംബം. എന്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ഓർക്കുമോ? നിങ്ങളെപ്പോലൊരു പെണ്ണ് ജീവിച്ച ഒരു വീട്, ആ കുടുംബം ലോകത്തിന്റെ കുടുംബമായി മാറി. ആ കുടുംബം 4000 വർഷം കഴിയുമ്പോ മംഗലപുരത്തെ ജുമാ മസ്ജിദിലും ആ കുടുംബം എത്രയോ വിശ്വാസികളുടെ നാവിൽ നിൽക്കുകയാണ്. ലോകത്താദ്യമായി പത്രം വായിക്കുന്ന രുചി എന്ന രാഷ്ട്രത്തിന് പോലും ആളുകൾ ഇരുന്ന് പറയുന്നു, ഇംഗ്ലീഷുകാരനും പറയുന്നു, ദക്ഷിണാഫ്രിക്കക്കാരനും പറയുന്നു, സിഡ്നിയിലും പറയുന്നു, മാഡ്രിഡിലും പറയുന്നു, എല്ലായിടത്തും പറയുന്നു. അർത്ഥമറിയുന്നവനും അർത്ഥമറിയാത്തവനും പറയുന്നു, അല്ലാഹുവേ അല്ലാഹുവേ, ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോ അത് 4000 വർഷം മുമ്പ് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ജീവിച്ച ഇബ്രാഹിമിന്റെ കുടുംബത്തിലും നീ നൽകണേ അല്ലാഹുവേ. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, 2 കുടുംബത്തെ ഓർക്കാതെ നിന്റെ നിസ്കാരം ശരിയാവില്ല, നിന്റെ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറി. ആ കുടുംബം ഖുർആന്റെ കുടുംബമായി മാറി. കാരണം ആ വീടിനൊരു ഗൃഹനാഥൻ ഉണ്ടായിരുന്നു. ആ ഗൃഹനാഥൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിമിനൊരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യ ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹ. അവർക്കൊരു മകനുണ്ടായിരുന്നു. ആ മകനായിരുന്നു ഇസ്മാഈൽ. കരിമ്പാറക്കെട്ടിലേക്ക് വാപ്പ മലത്തി കടത്തിയിട്ട് മോനെ നിന്നെ അറുക്കാൻ പോകുന്നെന്ന് പറയുമ്പോ ആ കത്തിയുടെ മൂർച്ച കാണുമ്പോൾ വാപ്പയ്ക്ക് അറുക്കാൻ വേണ്ടി കടുത്ത് നീട്ടിക്കൊടുത്ത ലോകത്തിൽ ഇതേപോലെ ഒരു പര്യായ പദം പറയാൻ കഴിയുമോ? ഇസ്മാഈലിന് ഒരു പര്യായ പദമില്ല, ഇബ്രാഹിമിന് മറ്റൊരു പര്യായ പദമില്ല. പര്യായ പദങ്ങളില്ലാത്ത, പദാനുപദങ്ങളില്ലാത്ത ഒരൊറ്റ ഏകനാമമേ, ഏകവാചകമേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ. ആ കുടുംബമേതെന്നറിയുമോ? ആലു മുഹമ്മദ്. ആലു മുഹമ്മദ്. എന്തോരു ഭാഗ്യമാണിത്, എന്തോരു ഭാഗ്യമാണിത്. ക്യാ മുബാറക് മഖാം രഹാ ഹേ, ക്യാ മുബാറക് മഖാം രഹാ ഹേ. എത്രയോ ഉന്നതമായ പദവിയാണ് കടന്നു വരുന്നത്. ആ കുടുംബം 1400 വർഷം മുമ്പ് മക്കയുടെ അടിവാരത്തിൽ കിടന്ന 8 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള മഴ ചെയ്തു നിൽക്കുമ്പോൾ പേമാരി തീർത്തു പെയ്യുമ്പോ ആ പേമാരിയുടെ വെള്ളം മുഴുവനും ആ ഗൃഹനാഥന്റെ താടിയിലൂടെ ഒഴുകുമായിരുന്നു. ചോരി കൊരിയുന്ന ഒരു കൊച്ചുകുടിൽ, ആ കുടിൽ നിൽക്കുന്ന ഗൃഹനാഥൻ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകന്റെ താടി രോമത്തിലൂടെ വെള്ളം താഴോട്ടൊഴുകുമായിരുന്നു. അവർക്ക് കിടക്കാൻ വിരിപ്പുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ആ കുടുംബത്തെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ ഓർക്കണേ. ആ ഓർമ്മ എവിടെ വരെ നിൽക്കുമെന്നറിയുമോ? എത്രയോ ആളുകൾക്ക് ഓർമ്മ പെരുന്നാൾ നടത്താറുണ്ട്. എത്രയോ നല്ല നല്ല ആളുകളെ പറഞ്ഞിട്ട് മഹാന്മാർക്ക് വേണ്ടി ഓർമ്മ പെരുന്നാൾ നടത്താറുണ്ട്. പക്ഷേ ഒരു ദിവസം 5 നേരം ഓരോ വിശ്വാസിയും ഓർക്കുന്ന ഓർമ്മ പെരുന്നാളിന്റെ വസന്തോത്സവമേ അതീ കുടുംബത്തിന്റെ ഉത്സവമാണ്, അതീ കുടുംബത്തിന്റെ ഓർമ്മ പെരുന്നാളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ ഓർമ്മ പെരുന്നാൾ നീണ്ടുകൊണ്ടേയിരിക്കും എന്ന് വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ. എല്ലാ ഓർമ്മ പെരുന്നാളും ഒന്നുമല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിന്നേക്കാം, ചിലത് 30 ദിവസം കൊണ്ടാടിയേക്കാം മഹാമഹങ്ങൾ. പക്ഷേ ഈ പുണ്യവാളന്റെ ഓർമ്മ പെരുന്നാൾ അത് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത് വരെ നീണ്ടു നിൽക്കേണ്ടതാണെന്ന് ലോകത്തിന്റെ ഗുരുനൂതരെ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കുടുംബത്തെ ഓർക്കാതെ നിസ്കാരമില്ല. ഇതാണ് ഖുർആനിലെ കുടുംബം. ഈ 2 കുടുംബത്തെ ഓർക്കാതെ ഒരു സത്യവിശ്വാസിക്ക് അവന്റെ അഹ്മാലുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. എന്തോ ഒരു പദവിയാണിത്. എന്തേ സഹോദരങ്ങളെ മനസ്സിലാക്കാത്തത്?
ഒരു കുടുംബം അള്ളാഹുവിന്റെ ഖുർആൻ ആഗ്രഹിച്ച കുടുംബമായപ്പോ, റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പിന്തുടരുന്ന കുടുംബമായപ്പോ, ആ കുടുംബം ലോകത്തിന്റെ വെളിച്ചമായി മാറിയപ്പോ ആ കുടുംബം ഖുർആനിലെ കുടുംബമായി മാറി. അള്ളാഹു ഖുർആനിൽ പറയുന്നത് 3 കുടുംബമാണ്. ഒന്ന് ആല ഇമ്രാൻ, മറ്റൊന്ന് ആലു ഇബ്രാഹിം. ആല ഇമ്രാൻ, ആലു ഇബ്രാഹിം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കുടുംബത്തെ ഓർക്കാൻ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും പറഞ്ഞു, നമ്മുടെ കുടുംബം അങ്ങനെയായി മാറണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരു നിയ്യത്ത് വെക്കി, എന്റെ കുടുംബം ഈ ഖുർആനിലെ കുടുംബമായി മാറണം. ഓരോ കുടുംബനാഥന്മാരും ഓരോ കുടുംബനാഥന്മാരും ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ കുടുംബം ഇതുപോലൊരു കുടുംബമാകണം. ആദ്യം മാറേണ്ടത് നമ്മുടെ കുടുംബമാണ്. ലോകം നന്നാവാൻ വരട്ടെ, നാട്ടുകാരെ നന്നാക്കാൻ വരട്ടെ, നമ്മുടെ കുടുംബത്തെ ആദ്യം നന്നാക്കുക. അള്ളാഹു ഇതിനെ തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥൻ ആരാകണം? ഇബ്രാഹിം ആകണം. ആദ്യം നമ്മൾ ഇബ്രാഹിം ആകണം, എന്നാലേ നമ്മുടെ ഭാര്യ ഹാജറയാവും. നമ്മൾ ഇബ്രാഹിമും ഭാര്യ ഹാജറയും ആയാലേ മക്കള് ഇസ്മായിലാവും. വാപ്പ ഇബ്രാഹിമും ഉമ്മ ഹാജറയും ആകാതെ മക്കള് മാത്രം ഇസ്മായിലാകണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ ആരാവണം? നമ്മുടെ കുടുംബനാഥനായ ഗൃഹനാഥനായ നമ്മൾ ആരാവണം? ആരാകണം? മുഹമ്മദ് ആകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യ ഒന്നുകിൽ ഖദീജയാകണം, അല്ലെങ്കിൽ ആയിഷയാകണം. നമ്മൾ മുഹമ്മദും ഭാര്യ ഖദീജയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. നമ്മൾ ഇബ്രാഹിമും നമ്മുടെ ഭാര്യ ഹാജറയുമായാലേ നമ്മുടെ മകൻ ഇസ്മായിലാവും. നമ്മൾ മുഹമ്മദും നമ്മുടെ ഭാര്യ ആയിഷയുമായാലേ നമ്മുടെ മകൾ ഫാത്തിമയാവും. ഇത് 3മാവാതെ ആദ്യം ഇത് 2മാകണം. അതിനുശേഷമേ ഫാത്തിമയെ കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും ചിന്തിക്കാൻ തന്നെ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ പറയുന്ന മുഴുവനും ഖുർആനാണ്. അള്ളാഹു ആദ്യം അതുകൊണ്ട് നമ്മളെ നന്നാക്കണം. ആദ്യം ആര് നന്നാകണം? നമ്മൾ സ്വന്തം നന്നാവണം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓരോ കവാടത്തിലും ഇന്ത്യ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സമുദായ അംഗങ്ങളുടെ വേദദർശനങ്ങളുടെ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കവാടത്തിൽ പോയി നോക്കിയാൽ കാണാം, ഹൈന്ദവ ദർശനത്തിന്റെ അയം നിജ പരോവേദി ഗണനാലകു ചേതസ ഉദാര ചരിതാനാം തുവ സുദൈവ കുടുംബകം. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അയം നിജ പരോവേദി ഗണനാലകു ചേതസ ഉദാര ചരിതാനാം തുവ സുദൈവ കുടുംബകം. ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ പേര് ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തിൽ കാണാം. അതിന്റെ തൊട്ടടുത്ത 7ാമത്തെ കവാടത്തിൽ വിശുദ്ധമായ ഖുർആന്റെ സൂറത്ത് റഅദിലെ ഒരു ആയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു ഒരു സമൂഹത്തെ മാറ്റുകയില്ല ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവർ സ്വയം മാറാൻ തീരുമാനിക്കുന്നത് വരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചിട്ട് മംഗലപുരത്ത് വന്നിട്ട് റമളാൻ 1 ആവാറായി, നാളെ റമളാൻ ആവുകയാണ്, മംഗലപുരത്ത് നിവാസികൾ മുഴുവനും നന്നാവട്ടെ എന്ന് പറഞ്ഞൊരു മാന്ത്രിക ദണ്ഡ് കൊടുത്തിട്ട്, മുതുകാടിന്റെ മാന്ത്രിക ദണ്ഡ് ജിബ്രീലിന്റെ കൈ കൊടുത്തിട്ട് ഓരോരുത്തരെ തലയെ തൊട്ട് അനുഗ്രഹിച്ച് നീ ഒക്കെ മാറട്ടെ എന്ന് പറയുന്ന മാന്ത്രിക പരിപാടി പരിവർത്തനത്തിന്റെ കാര്യത്തിലില്ല. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മാറും. എപ്പോൾ? ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം, സ്വയം നിങ്ങൾ മാറണം, ഓരോരുത്തരായിട്ട് മാറണം. ആ മാറ്റത്തിന്റെ തുടക്കം നമ്മളിൽ നിന്നായി മാറണം. നമ്മൾ മാറുമ്പോൾ കുടുംബം മാറും. കുടുംബം മാറുമ്പോൾ നമ്മൾ നന്നായാൽ കുടുംബം നന്നാവും. കുടുംബം നന്നായാൽ നാട് നന്നാവും. നാട് നന്നായാൽ ലോകം നന്നാവും. അതുകൊണ്ട് ലോകം നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. ഒരു ബുദ്ധിമാനായ പിതാവ് തന്റെ മകന്റെ ബുദ്ധി അളക്കാൻ അയാൾ ഒരിക്കൽ മകനെ വിളിച്ചു. ആ മകന്റെ കയ്യിൽ ഒരു വലിയ ഭൂപടം, ലോകത്തിന്റെ ഭൂപടം. ആ ഭൂപടം എടുത്ത് അദ്ദേഹം പല കഷണങ്ങളായിട്ട് കീറി, പല ചെറിയ ചെറിയ കഷണങ്ങളായി കീറിയിട്ട് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, നീ ഈ ഭൂപടം നേരത്തെ ഇരുന്നത് പോലെ യഥാസ്ഥാനത്ത് വെച്ച് ഒട്ടിച്ചു കൊണ്ടുവരണം. എല്ലാ രാജ്യങ്ങളും അതേ സ്ഥാനത്ത് വെച്ച് ഒരു ലോകത്തിന്റെ ഭൂപടം എങ്ങനെയാണോ അത് അതേപടി ഒട്ടിച്ചുകൊണ്ട് നീ വരണം. ആർക്കെങ്കിലും പറ്റുമോ?
ഇവിടെ ഇരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ ഒരു ഭൂപടം എടുത്തിട്ട് പല കഷണമായിട്ട് കുനുകുനാ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ട് വേറെ ഒരിടത്ത് നോക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള അറിവനുസരിച്ച് അതേപോലെ ആ രാജ്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഒരു ഭൂപടം ശരിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും പറ്റും ഇവിടെ ഇരിക്കുന്നത് ഉണ്ടല്ലോ. വലിയ വലിയ കേമന്മാരൊക്കെ ഉണ്ട് ഇവിടെ, എഞ്ചിനീയറിങ്ങിന് പോയവർ MBBS പോകുന്നവരൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും പറ്റുമോ? ഒരസാമാന്യ കഴിവും അറിവുള്ള ഒരാൾക്കല്ലാതെ പറ്റുമോ? എടുത്തൊട്ടിച്ചു വെക്കാൻ പറ്റുമോ? ഷൈജു സെക്രട്ടറിക്ക് പറ്റുമോ? പള്ളിയിലെ രസീത് ബുക്ക് കീറിയാൽ ഒട്ടിക്കാം, പക്ഷെ ഇത് ഒട്ടിക്കാൻ പറ്റും. കുറെ കഴിഞ്ഞപ്പോൾ ഈ മകൻ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ ഭൂപടം അതേപടി ഒട്ടിച്ച് യഥാസ്ഥാനത്ത് വെച്ച് പഴയ ഭൂപടം പോലെ പിതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അത്ഭുതത്തോടെ പിതാവ് ചോദിച്ചു, മോനെ നിനക്കിതെങ്ങനെ കഴിഞ്ഞു? ഇതൊരു അസാമാന്യ കഴിവില്ലാതെ പറ്റില്ലല്ലോ. ആ ബുദ്ധിമാനായ കുട്ടി പറഞ്ഞു, പിതാവെ അങ്ങ് ഇതെന്റെ കയ്യിൽ തന്നപ്പോ ഇത് ഒട്ടിച്ച് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ കഷണം എടുത്ത് തിരിച്ചു മറിച്ചു നോക്കിയപ്പോൾ ഈ ഭൂപടത്തിന്റെ മറുഭാഗത്ത് പുറകുവശത്ത് ഒരു മനുഷ്യന്റെ പടമുണ്ടായിരുന്നു, ചിത്രം. ഞാൻ ഭൂപടം എടുത്ത് തിരിച്ചു വെച്ച് ആ മനുഷ്യന്റെ അവയവങ്ങൾ മുഴുവനും നമുക്കറിയാമല്ലോ, ആ മനുഷ്യന്റെ പടം ഞാൻ അങ്ങ് ശരിയാക്കി. എല്ലാം ശരിയാക്കി കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോൾ ഭൂപടവും ശരിയായി, ലോകത്തിന്റെ ഭൂപടവും ശരിയായി. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്നാകുമ്പോഴാണ് ലോകം നന്നാകുന്നത്. ആ മനുഷ്യൻ യഥാസ്ഥാനത്ത് പിന്നിപ്പറിഞ്ഞു പോയവനെ ഒട്ടിച്ചു വെച്ചപ്പോൾ ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ലോകം മാറി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു മനുഷ്യനും അവൻ സ്വയം നന്നാകണമെന്ന് കരുതുന്നത് വരെ അവനെ ഞാൻ നന്നാക്കുകയില്ല. അവന്റെ മനസ്സിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, സ്വയം ഒരു തീരുമാനമെടുക്കണം. എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ചും വൈരത്തോടെയും വൈരാഗ്യത്തോടെയും കടന്നുകൂടുക? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിന്റെ പേരിൽ എത്ര നാളാണ് നാം ഇങ്ങനെ കലഹിച്ച് കഴിയുക? അടുത്ത് താമസിക്കുന്നവനെ പോലും വിശ്വാസമില്ലാത്ത കാലമാണ്. അടുത്ത് താമസിക്കുന്നവൻ ഹൈന്ദവനാണെങ്കിൽ മുസ്ലിമിന് വിശ്വാസമില്ല, മുസ്ലിമാണെങ്കിൽ ഹൈന്ദവന് വിശ്വാസമില്ല. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമായി മാറുമ്പോ ഇത് നാം ലോകത്തിന്റെ അവസ്ഥയാണ് പറയുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമാണെന്ന് ഒട്ടും വിശ്വാസമില്ലാതായി മാറുന്നത്. സമൂഹത്തിന്റെ കാര്യം വിടുക, ഒരു രാഷ്ട്രത്തിന് മറ്റൊരു രാഷ്ട്രത്തെ വിശ്വാസമില്ല. അമേരിക്ക ആർക്കും വിശ്വാസമില്ല, ഇറാന് അമേരിക്കക്ക് വിശ്വാസമില്ല, അമേരിക്കക്ക് ഇറാന് വിശ്വാസമില്ല, ദക്ഷിണ കൊറിയക്ക് ഉത്തര കൊറിയയെ വിശ്വാസമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിലാണ് ലോകം പോകുന്നത്.